അന്നത്തെ ദിവസം ആ കടയിൽ പോയി നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ചുറ്റുപാടും എൻ്റെ തായമ്പയുടെ മേളത്തിൻ്റെ പോസ്റ്ററാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഒരു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നിറങ്ങി ഏറ്റവും വിശന്നുകൊണ്ട് നടന്നിരുന്നൊരു കാലം. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി വാദ്യകലയിലൂടെ കേരളത്തെ ലോകവേദികളിൽ അടയാളപ്പെടുത്തിയ കലാകാരൻ. അരനൂറ്റാണ്ടിലേറെയായി ചെണ്ട എന്ന വാദ്യത്തിലൂടെയും സൗമ്യദീപ്തമായ ഇടപെടലുകളിലൂടെയും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നയാൾ. അച്ഛനെയും അമ്മയെയും അതോടൊപ്പം തന്നെ സഹധർമ്മിണിയെയും കൂട്ടിയിട്ട് പത്മശ്രീ മേടിക്കാൻ പോയത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അവരെ കൊണ്ടുപോയിട്ട് അത് സ്വീകരിക്കാൻ സാധിച്ചു എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ്, സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത്. സ്വന്തം ജീവിതം പറയുകയാണ് മട്ടന്നൂർ. വാനപ്രസ്ഥം എന്നൊരു പടം വേഷക്കാരനായിട്ടുള്ള മോഹൻലാലിൻ്റെ കൂടെ ചെണ്ടക്കാരനായിട്ടുള്ള രാമൻ എന്ന കഥാപാത്രമാണ് വേണ്ടത്. എന്തായാലും ഷാജി സാറിൻ്റെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങി. ഒട്ടു പഠനത്തിൻ്റെ കുട്ടിക്കാലം. 6-ാമത്തെ വയസ്സിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ നിർബന്ധിതനായി. ഒട്ടും ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് പരമസത്യം. മഹാപ്രതിഭകളായിരുന്ന ഗുരുക്കന്മാർ. ഇദ്ദേഹം ഒരു കട്ടിൽ കിടക്കും, നേരെ താഴെ ഒരു പായ ഇട്ടിട്ടാണ് ഞാൻ കിടക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ക എന്നുള്ള അക്ഷരം അറിയില്ല. അപ്പോൾ ശങ്കരൻകുട്ടി എന്ന് വിളിക്കുക, ചക്കരക്കുട്ടിയെന്നേ വിളിക്കുള്ളൂ. ഒരു 12:30-1 മണിക്ക് സമയത്തായാലും ചക്കരക്കുട്ടി എഴുന്നേറ്റോളൂ. മേളപ്രമാണത്തിന്റെ വേദികൾ. ഒരു ആചാന ബാഹു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് ഇതേമാതിരി നിന്നു എൻ്റെ കുട്ടുന്നതിൻ്റെ നേരെ മുന്നിൽ. തായമ്പ കഴിഞ്ഞ ഉടനെ അദ്ദേഹം സാഷ്ടാംഗ പ്രണാമമാണ് എൻ്റെ കാലിന്. ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകാത്ത അനുഭവങ്ങൾ. എങ്ങനെയോ തല കുട്ടി ഇതിൻ്റെ കമ്പിൻ്റെ ഉള്ളിൽ പെട്ടു. ഞാൻ പോയിട്ട് ഈ കുട്ടിയുടെ തല മെല്ലെ മെല്ലെ മെല്ലെയാക്കി രണ്ടും കേൾപ്പിച്ച് ഒന്നും തള്ളി തല കിട്ടുകയും ചെയ്തു. ഒരു ഫോറിൻ സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ വിടുന്നേ ഇല്ല. ഒരു പിന്നെ കുട്ടി വേണ്ടാവുള്ള മട്ടില്ല. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ വാദ്യപ്രവൃത്തി ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായിട്ടും വാദ്യവുമായിട്ടും വളരെ അടുത്ത ബന്ധം ഓർമ്മയിൽ ഒരു 5-ാമത്തെ വയസ്സ് മുതൽ ഉള്ള ഒരു ഓർമ്മയാണ് എനിക്ക് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രവുമായിട്ടുള്ളത്. 5-ാമത്തെ വയസ്സിൽ അമ്പലത്തിലെ പൂജ കൊട്ടുകാരനായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മ അവർ എടുത്തു കൊണ്ടുപോയി ഇരുന്നിട്ടായിരുന്നു കൊട്ടിയിരുന്നത്. അങ്ങനെ ഒരു ഓർമ്മയാണ് എനിക്ക് ഉള്ളത്. അന്ന് മുതൽ അച്ഛൻ്റെ പേര് കുഞ്ഞകൃഷ്ണമാരാർ. അച്ഛൻ അവിടെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. മട്ടന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു. അത്യാവശ്യം വാദ്യപ്രവൃത്തിക്ക് പോകുന്ന ഒരാൾ കൂടിയായിരുന്നു അച്ഛൻ. അപ്പോൾ എൻ്റെ വാദ്യത്തിലുള്ള ഒരു ഇഷ്ടം അത് കൃത്യമായിട്ട് കണ്ടെത്തിയത് അച്ഛൻ തന്നെയാണ്. അങ്ങനെ ഒരു 8-ാമത്തെ വയസ്സിൽ 6-ാമത്തെ വയസ്സിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ നിർബന്ധിതനായി. ഒട്ടും ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് പരമസത്യം. പക്ഷേ എങ്കിലും അച്ഛൻ്റെ നിർബന്ധത്തിന് ഒരു 6-7-ാമത്തെ വയസ്സിൽ തലശ്ശേരിയുള്ളൊരു പത്മനാഭൻ ഭാഗവതർ, അദ്ദേഹം മട്ടന്നൂർ വന്ന് ക്ലാസ് എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതം സപ്തസ്വരങ്ങൾ മുതൽ ഏകദേശം അതൊരു 2-3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഉത്സവത്തിന് വാദ്യക്കാർ മട്ടന്നൂർ വരുമ്പോൾ അവിടെ വലിയ ആശാന്മാരുടെ അരികു ചേർന്ന് അവർ കൊട്ടുന്നതും അവർ പാടുന്നതും കൃത്യമായിട്ട് കേൾക്കാൻ ഞാൻ അറിയാതെ ചെയ്തിരുന്നൊരു സംഭവം അത് അച്ഛൻ മനസ്സിലാക്കി ഇവനെ വാദ്യത്തിൽ കുറച്ച് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെ ആദ്യം തായമ്പക പഠിപ്പിച്ച് അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചത്. 8-ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം നടന്നു. പഠിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛൻ്റെ ശീലം ബാങ്കൊക്കെ വിട്ട് വന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷമാണ് പഠനം ആരംഭിക്കുക. പഠിപ്പിച്ച എണ്ണം കൃത്യമായിട്ട് കൊട്ടണം. അപ്പോൾ ആ കാലത്ത് 8-ാമത്തെ വയസ്സിലൊക്കെ ആകുമ്പോഴേക്കും മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയാണ് കിടപ്പ്, വീട്ടിലല്ല.
തൊട്ടടുത്ത് മട്ടന്നൂരെ വലിയൊരു രാജാവ്, മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ എന്ന പേരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമായിരുന്നു അത്. അപ്പോൾ രാത്രി തന്നെ കൊട്ട് കഴിഞ്ഞാൽ അവിടെയാണ് കിടക്കുക. രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്തുക എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഉണർത്തുക, അതിന് ശംഖ് വിളിക്കണം. അതിനുവേണ്ടി കിടപ്പ് അമ്പലത്തിലാണ്. ഈ പഠനം കഴിഞ്ഞാൽ മാത്രമേ, കൊട്ടിൻ്റെ ക്ലാസ് രാത്രി കഴിഞ്ഞാൽ മാത്രമേ അച്ഛൻ അവിടേക്ക് പറഞ്ഞേക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞാൽ ഉറക്കം വരിക അതൊരു സ്ഥിരം ശീലമായി. അപ്പോൾ കൊട്ട് പഠിച്ച എണ്ണം ഒരു 2 or 3 പ്രാവശ്യം തെറ്റാതെ കൊട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ പൊയ്ക്കോളാൻ പറയും. അപ്പോൾ ഈ ഉറക്കിൻ്റെ ആവശ്യം എനിക്ക് കൂടുതലുള്ളത് കൊണ്ട് ഈ ചെണ്ട കൊട്ട് പഠിക്കുക എന്ന വിഷയത്തിൽ അന്നും ഇന്നും ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. അന്ന് പഠിച്ചത് 3 പ്രാവശ്യം കൃത്യമായിട്ട് കൊട്ടും, അത് കഴിഞ്ഞ് അച്ഛൻ അപ്പോൾ പറഞ്ഞേക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഉറങ്ങാനുള്ള ഉത്സാഹം കാരണം കൊട്ട് പഠിക്കാൻ എനിക്കൊരു വിഷമമായിരുന്നില്ല. അച്ഛനത് കൃത്യമായിട്ട് കൊട്ടി കേൾക്കേ വേണ്ടു. 3 പ്രാവശ്യം കൊണ്ട് പിന്നീട് അച്ഛൻ പറയാറുണ്ടായിരുന്നു, അവനൊരു ബ്ലോട്ടിംഗ് പേപ്പറാന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പോയി കിടക്കും. പിറ്റേ ദിവസവും അതെ ഇതേ സമയത്ത് അച്ഛൻ പഠിപ്പിക്കാൻ ആദ്യം ചെന്നോണ്ട് തലേ ദിവസം പഠിപ്പിച്ച എണ്ണങ്ങൾ കൃത്യമായിട്ട് കൊട്ടണം 3 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ അടുത്ത എണ്ണം പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. 8 വയസ്സിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അന്ന് ആരും വേണ്ട, കാരണം ഒരു മതിലേ ഉള്ളൂ. ക്ഷേത്രത്തിൻ്റെ ഒരു മതിലിൻ്റെ ഇപ്പുറത്താണ് വീട്. ഒരു 2 മിനിറ്റേ വേണ്ടു അവിടെ എത്താൻ. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൽ കിടപ്പ്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അഗ്രശാല എന്ന് പറയും, അവിടെയാണ് കിടപ്പ്. അപ്പോൾ ഈ കൊട്ട് കഴിഞ്ഞാൽ അവിടേക്ക് പറഞ്ഞേക്കും, സുഖമായി കിടക്കും. ഇതായിരുന്നു മട്ടന്നൂരിലുള്ളൊരു ശീലം. 8ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് അമ്പലത്തിലുള്ള ഈ പ്രവൃത്തി അത് യഥാർത്ഥത്തിൽ ഒരു മടുപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് നിർവഹിക്കാതിരിക്കാനും പറ്റില്ല. അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അതിനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടിയിരുന്നു. അമ്പലത്തിൽ രാവിലെ 3 മണിക്ക് ശംഖൂതുക, 4 മണിക്ക് കൃത്യമായിട്ട് അഭിഷേകത്തിന് കൊട്ടുക. അത് കഴിഞ്ഞാൽ രാവിലത്തെ പൂജ, രാവിലത്തെ ശിവേലി, അത് കഴിഞ്ഞാൽ ഉച്ചപൂജ, ഉച്ച ശിവേലി. ഇത് മുഴുവൻ കഴിയുമ്പോഴേക്ക് ഇതിനെല്ലാറ്റിനും അടിയന്തരം എന്നാണ് അതിന് പറയുക, വാദ്യ അടിയന്തരം എന്നാണ് അതിൻ്റെ ഭാഷ. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിങ്ങനെ ഞാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പ്രായം വന്ന് എൻ്റെ അനുജരാകുമ്പോഴേക്ക് ആരാണോ ഏറ്റവും ചെറിയ കുട്ടികൾ അവരൊക്കെയാണ് ഈ ചുമതല വരിക. അപ്പം എൻ്റെ ഈ വയസ്സിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും ഒരു 10:30 മണിയെങ്കിലും ആവും സ്കൂളിലെത്താൻ. 6ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ മട്ടന്നൂർ സ്കൂൾ പഠിച്ചിട്ടുള്ളൂ. അത് പോകുന്ന സമയത്ത് അവിടുത്തെ ബാലകൃഷ്ണൻ നമ്പ്യാരെന്ന് പറഞ്ഞിട്ടൊരു മാഷ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചത്. ആ ക്ലാസ്സിൽ 10:30 മണിക്ക് അവിടെ എത്തിയാൽ ഒരു 15 മിനിറ്റെങ്കിലും പുറത്തിങ്ങനെ നിൽക്കും. അദ്ദേഹം നോക്കും, എന്നെ കാണും, പക്ഷേ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വരൂ പറയും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം വിളിക്കും, അവിടെ പോയി നിൽക്കും, എന്താണ് വൈകിയത്. അപ്പോൾ അമ്പലത്തിലെ പൂജ, ശിവേലി, ഈ കൊട്ടൊക്കെ കാരണം വൈകി. എന്ത് പൂജയായാലും ശിവേലിയായാലും സ്കൂളിനൊരു സമയമുണ്ട്, ആ സമയത്ത് ഇവിടെ എത്തിക്കൊള്ളണം, അതല്ലാണ്ട് വേറൊന്നും ഇവിടെ നടക്കില്ല. ഓ ശരിയെന്ന് പറഞ്ഞാൽ വളരെ അനുസരണത്തോടു കൂടി ശരി. പിറ്റേ ദിവസം ഇതേ അവസ്ഥയാണ്. കാരണം അമ്പലത്തിൽ ജോലി ചെയ്താൽ മാത്രമേ ഊണ് കഴിക്കാൻ കൃത്യമായിട്ട് വകയുള്ളൂ. അപ്പോൾ സ്കൂളിൽ പോയാൽ 10:30 മാത്രമേ എത്തുള്ളൂ, അതിന് മുമ്പേ ഒരിക്കലും എത്തില്ല. ഒന്നുകിൽ സ്കൂൾ പഠനം നിർത്തിവെക്കേണ്ടി വരും. പക്ഷേ ഏതായാലും ഈ ഒരു പ്രക്രിയ കൃത്യമായിട്ട് മട്ടന്നൂർ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു. അമ്പലമായാലും ശരി, എന്തായാലും ശരി, സ്കൂളിൽ കൃത്യമായിട്ട് എത്തണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ഹെഡ് മാഷ്, അവിടെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ മട്ടന്നൂരിൽ നിന്ന് ഈ അമ്പലത്തിലെ ജോലി പകൽ 10:30 വരെയാണ്. പിന്നീട് വൈകുന്നേരം 6:30 മണി മുതൽ വീണ്ടും തുടങ്ങും ദീപാരാധന, രാത്രി അത്താഴപൂജ, ശിവേലി, ഇതൊക്കെ. അപ്പോൾ 6:30 മണിയാകുമ്പോഴേക്ക് വീണ്ടും അമ്പലത്തിലെത്തണം. 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ അമ്മയുടെ പേര് കാർത്തേനിയമ്മ, അമ്മ ഉടനെ കടയിൽ പറഞ്ഞേക്കും സാധനങ്ങൾ മേടിക്കാൻ. അക്കൗണ്ടാണ് കടയിൽ. സാധാരണ അക്കൗണ്ടുള്ള ആൾക്കാർക്ക് അവസാനം മാത്രമേ സാധനം കിട്ടുള്ളൂ. കാരണം ഉടമസ്ഥന് ഇതെങ്ങനെയായാലും ബുക്കിൽ എഴുതി മാസം കിട്ടുമെന്ന് ഉറപ്പാണ് കടക്കാരന്.
അപ്പോൾ കാശ് കൊടുത്തിട്ട് തത്സമയത്ത് ആരൊക്കെയാണ് മേടിക്കുന്നത് അവരൊക്കെ കിട്ടി മേടിച്ചതിന് ശേഷം ഇവന് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതൊക്കെ കഴിഞ്ഞ് 6:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തുകയും വേണം. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ കളിക്കാനോ ചിരിക്കാനോ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ കടയിൽ പോകണം, കടയിൽ നിന്ന് വന്നാൽ അമ്പലത്തിലേക്ക്. അപ്പോൾ ഈ അമ്പലം കട ഇതാണ് എൻ്റെ ഒരു ശീലം. പിന്നെ സ്കൂളും. ഇത് സത്യത്തിൽ പറഞ്ഞാൽ അതൊരു മടുപ്പിക്കുന്ന ഏർപ്പാടായി. എങ്ങനെയെങ്കിലും ഈ മട്ടന്നൂരിൽ നിന്ന് വിട്ടുപോവുക, എന്നാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു മനസ്സായിരുന്നു ആ സമയത്ത്. അങ്ങനെ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് പാസ്സായി. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേര് സദനൻ രാമേന്ദ്രൻ എന്നാണ്, ഇപ്പോഴില്ല. ഒരു ദിവസം വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇവനെ കഥകളി ചെണ്ട കൊട്ട് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പാലക്കാട് ജില്ലയിലുള്ള പേരൂർ ഗാന്ധി സേവാ സദനം എന്ന് പറഞ്ഞ സ്ഥാപനം, അവിടെ മദ്ദള വിദ്യാർത്ഥി ആയിട്ടാണ് അദ്ദേഹം അന്ന് പഠിച്ചിരുന്നത്. അപ്പോൾ ശങ്കരനെ ചെണ്ട പഠിപ്പിക്കാൻ അവിടേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കഥകളി ചെണ്ട കൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ 100% താല്പര്യം എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ മട്ടന്നൂരിൽ നിന്ന് വിട്ടുപോയാൽ മതിയല്ലോ, പിന്നെ പഠിക്കേണ്ടത് ചെണ്ട കൊട്ടുമാണ്. അതൊരു വിഷയമേ ആയിരുന്നില്ല. അച്ഛൻ പറഞ്ഞ ആ ബ്ലോട്ടിങ് പേപ്പർ പഠിപ്പിക്കുന്ന തത്സമയത്ത് തന്നെ അതൊരു വിഷമമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും മട്ടന്നൂരിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക, ചെണ്ട കൊട്ടയെ പഠിക്കുകയും വേണ്ടു. അവിടെ പോയാൽ അവിടെ സ്കൂളും പഠിക്കാം, അങ്ങനെ ഒരു സ്ഥാപനമായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടേക്ക് ഒരു അപേക്ഷ കൊടുത്തത് 12ാമത്തെ വയസ്സിൽ പാലക്കാട് ജില്ലയിലുള്ള പേരൂർ ഗാന്ധി സേവാ സദനം കഥകളി വിദ്യാലയത്തിൽ കെ കുമാരൻ എന്ന് പറഞ്ഞ വലിയൊരു ഗാന്ധിയനായിരുന്നു അത് നടത്തിയിരുന്നത്. ആ സ്ഥാപനത്തിൽ ഒരു കഥകളി ചെണ്ട വിദ്യാർത്ഥിയായി ചേർന്നു. അവിടെ എത്തിയപ്പോഴാണ് നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന പട പേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞൊരവസ്ഥയാണ് അവിടെ. രാവിലെ 3 മണിക്ക് സാധകം തുടങ്ങണം, 2:50 എഴുന്നേൽക്കണം. 3 മണി മുതൽ രാത്രി 10 മണി വരെ അവിടുത്തെ ജോലി. അതായത് 3 മണിക്ക് സാധകം തുടങ്ങിയാൽ 6:30 വരെ. 7:30 ആകുമ്പോഴേക്ക് കുളിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 9 മണിക്ക് കഥകളി ചൊല്ലിയാട്ടം. അത് കൊട്ടാനും അതിനൊക്കെ അവിടെ ഉണ്ടാകും. സ്കൂളിൽ പോകുന്നവർക്ക് 10:30 മണിക്ക് അവിടുന്ന് വിടുകയും ചെയ്യും. അപ്പോൾ ഞാനവിടെ സ്കൂളും 7ാം ക്ലാസ്സിലാണ് ചേർന്നത്. 4 കൊല്ലമാണ് കഥകളി ചെണ്ടയുടെ കോഴ്സ്. അപ്പോൾ സ്കൂൾ 7, 8, 9, 10 അപ്പോൾ രണ്ടും കൂടി നടക്കും. അപ്പോൾ രണ്ടും കൂടി അതൊരു നിർബന്ധമായിരുന്നില്ല. സ്കൂൾ പഠിക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. ചേരുന്ന രക്ഷിതാക്കൾക്ക് തൻ്റെ കുട്ടി സ്കൂളും കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും എന്നെ സ്കൂളും ചേർത്തു. അച്ഛൻ്റെ ഉദ്ദേശത്തിൽ അല്പം എഴുതാനും വായിക്കാനും കൂടി അറിയട്ടെ, വെറും കൊട്ട് മാത്രം ആയതുകൊണ്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. എങ്ങനെയായാലും ഈ സ്ഥാപനം ഒരേ മാനേജ്മെൻറ്റാണ്. കഥകളി വിദ്യാലയവും സ്കൂളും എല്ലാം ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ കഥകളി ഒരു 9:30 ആയാൽ കഥകളി വിദ്യാലയത്തിൽ നിന്ന് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങോട്ട് പോവാം. 5 മിനിറ്റ് കൊണ്ട് സ്കൂളിൽ എത്തിയില്ലെങ്കിൽ അതേ മാഷ് അപ്പോൾ തന്നെ ഇവിടെ വിവരം കൊടുക്കുകയും ചെയ്യും, ഇന്ന കുട്ടി അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഒരനക്കും ശരിയല്ലാത്ത ഒരു വിഷയത്തിലും നോക്കാനോ കാണാനോ ഒന്നിനും അവിടെ സമയം കിട്ടിയില്ല. കൃത്യമായിട്ടുള്ള പഠനം, ശരിക്ക് ഗുരുകുല രീതിയിലുള്ള അഭ്യാസം, അതാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ സ്കൂളിൽ പോവും. 3:30 മണിയായാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും ഓരോ പീരീഡുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അവിടെ, കാരണം ഈ കഥകളി വിദ്യാലയത്തിൽ പഠിക്കുന്നതുകൊണ്ട്. പക്ഷേ ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മൾ ആ പീരീഡിൽ മാഷ് എടുത്ത ക്ലാസ്സുകൾ അടുത്ത കുട്ടിയോട് ചോദിച്ചിട്ട് നോട്ട് എഴുതിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോഴാണ് വലിയ വിഷമായത്. ഇതൊരു ഭേദം മട്ടന്നൂർ തന്നെയായിരുന്നു എന്ന് തോന്നി. എന്തായാലും 4 കൊല്ലം അതിന് ചില പ്രത്യേക ബോണ്ടൊക്കെ എഴുതി കൊടുക്കണം. കാരണം അവിടെ ചെന്ന് പഠിക്കാൻ നിന്നിട്ട് അവിടെ നിന്ന് പുറത്തു പോയാൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റൈപ്പൻഡ് കിട്ടിയിരുന്ന വിദ്യാർത്ഥിയായിട്ടാണ് പഠിച്ചത്. എന്തു തന്നെയായാലും 4 വർഷം അവിടെ കൃത്യമായിട്ട് തികച്ചു. കഥകളി ചെണ്ടയിലും ഫസ്റ്റ് ക്ലാസ്, ചെണ്ട പ്രയോഗത്തിലും തിയറിയിലും ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് അവിടുന്ന് പാസ്സായി. അപ്പോഴാണ് ഇനി തുടർന്ന് അങ്ങോട്ട്
എന്ത് വേണമെന്നുള്ളൊരവസ്ഥ. ആ കാലത്ത് അപ്പോൾ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും ഒരു 10-16 വയസ്സൊക്കെ പ്രായമായല്ലോ. ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. കഥകളി ചെണ്ട പഠനം എന്ന് പറഞ്ഞാൽ അവിടെ വേഷം, പാട്ട്, ചെണ്ട, മദ്ദളം, കഥകളി, മേക്കപ്പ് ഇതെല്ലാം ഒരു വിധത്തിൽ അറിഞ്ഞിരിക്കണം. സാമാന്യമായ ഒരു ജ്ഞാനം അതിലുണ്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. ചെണ്ട പഠിക്കുന്ന കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കഥകളിയുടെ വേഷത്തിന് എങ്ങനെയാണ് ഒരു കലാശം പൊട്ടുക, ഇല്ലെങ്കിൽ മുദ്രകൾക്ക് കാണിക്കുന്ന മുദ്രകൾക്ക് എങ്ങനെയാണ് ചെണ്ട കൂടുക, ഇതൊക്കെയാണ് പഠിക്കുന്നത്. അത് പഠിപ്പിക്കുന്നത് രാവിലെ 3 മണി മുതൽ 6:30 വരെ കൃത്യമായിട്ടുള്ള സാധകമാണ്. അത് കഴിഞ്ഞാൽ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികൾ കഥകളി ചൊല്ലിയാട്ടം എന്ന് പറയും. വേഷമില്ലാത്ത കഥകളി ചൊല്ലിയാട്ടം എന്നാണ് അതിൻ്റെ പേര്. സീനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് അതിന് പങ്കെടുക്കണം. തുടങ്ങിയ കുട്ടികൾ ആ സമയത്താണ് മെയിൻ ഗുരുനാഥൻ. എന്നെ പഠിപ്പിച്ചത് 2 പേരുണ്ട്. സദനത്തിൽ ആദ്യം പഠിപ്പിച്ചത് പല്ലശ്ശന ചന്ദ്രമന്നാടിയാർ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സദനം വാസുദേവൻ. അപ്പോൾ ഞങ്ങൾ ഒരേ സമയത്ത് അവിടെ ഉണ്ടായി. ഞാൻ ജൂനിയറും സദനം വാസുദേവനും അദ്ദേഹം സീനിയർ. അവർ ഈ കഥകളിയുടെ ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞ് അവിടെയാണ് ഉണ്ടാവേണ്ടത്. അതിന് പ്രത്യേകം കളരി എന്നാണ് പറയുക, ഓരോ റൂമുകൾ. അപ്പോൾ ആദ്യം പഠിക്കാൻ ചേർന്ന കുട്ടി പെട്ടെന്ന് തന്നെ ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ പറ്റില്ല. അവിടെ എന്തൊക്കെയാണ് കൊട്ടേണ്ടത് അതാണ് ഗുരുനാഥൻ ആദ്യം പഠിപ്പിക്കുന്നത്. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ക്രമേണ ഒരു കൊല്ലം കഴിഞ്ഞാൽ ചൊല്ലിയാട്ടം. അത് തുടങ്ങുന്നത് പുറപ്പാട് മേളപ്പദം എന്ന വിഷയമാണ് ഒരു ചെണ്ട വിദ്യാർത്ഥി ആദ്യമായിട്ട് പഠിച്ച് അരങ്ങേറേണ്ടത്. അതാണ് ആദ്യം പഠിപ്പിക്കാൻ. പിന്നീടാണ് ഈ മുദ്രകൾക്കുള്ള എങ്ങനെ കൂടണം. അപ്പോഴാണ് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ചൊല്ലിയാട്ടം നടക്കുന്ന ആ ഹാളിലേക്ക് മാറി പിന്നീട് അവിടെ ഇരിക്കേണ്ടത്. മെയിൻ ചെണ്ടയിൽ കൊട്ടുന്ന ഒരാൾ, അതിൻ്റെ താഴെ പുളിമുട്ടി കല്ലും ഉപയോഗിച്ച് അതിലാണ് ഞങ്ങൾ കൊട്ടിയിട്ട് ശീലിക്കുന്നത്. ചെണ്ടയുടെ പരിശീലനം തന്നെ അങ്ങനെയാണ്. ആദ്യം പുളിയുടെ കമ്പ്, കരിങ്കല്ല് ഇതിൽ കൊട്ടിയിട്ടാണ് തുടക്കം. അതിനുശേഷം ചെണ്ടയുടെ വലന്തല പറയും. നമ്മൾ കൃത്യമായിട്ട് നല്ല ശബ്ദത്തിൽ കേൾക്കുന്ന ഭാഗത്തിൻ്റെ പേര് ഇടന്തല എന്നാണ്. ശബ്ദം കുറവായ ഭാഗം അതാണ് വലന്തല. അതുകൊണ്ട് തന്നെ ചെണ്ടയ്ക്ക് അസുരവാദ്യമാണ് ചെണ്ട എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ദേവവാദ്യമാണ് വലന്തല കൊട്ടിയാൽ ഉണ്ടാവുക, അങ്ങനെയും പറയുന്നുണ്ട്. അതാ ശബ്ദ വ്യത്യാസത്തിൻ്റെ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് കഥകളി കലാശങ്ങളും മുദ്രകൾക്ക് കൂടാനൊക്കെ പഠിച്ച് ചൊല്ലിയാട്ടത്തിന് കൊട്ടാറാവണം. അങ്ങനെ 4 വർഷമാണ് മൊത്തമായിട്ടുള്ള കോഴ്സ്. 4ാമത്തെ വർഷം ദിവസേന ചെയ്യുന്നതായതുകൊണ്ട് അതിങ്ങനെ ശീലമാവും. അത് കൃത്യമായി അങ്ങനെയാണ് ആ കോഴ്സ് പൂർത്തിയാക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് പൂർത്തിയാക്കിയതിന് ശേഷമുള്ള കഥയാണ് ഇനി പറയുന്നത്. വടക്കേ മലബാറിൽ ആ കാലത്തൊക്കെ പ്രത്യേകിച്ചും ഉത്സവത്തിനുള്ള വാദ്യം മൊത്തം വേറെയാണ്. ഉത്സവവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മേളം, തായമ്പക അത്തരം കാര്യങ്ങളാണ്. അത് ഇവിടെ പഠിച്ചത് അതൊന്നും ആവില്ല. തായമ്പയൊക്കെ അത്യാവശ്യം പഠിപ്പിക്കും. ഉത്സവത്തിന് പോയി കഴിഞ്ഞാലുള്ള മേളം, മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ആ കാലത്ത് ഞാൻ പറയുന്നത് ഒരു 69-70 കാലത്താണ് എൻ്റെ കോഴ്സ് കഴിയുന്നത്. അത് കഴിഞ്ഞ് വടക്കേ മലബാറിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥയാണ്. കാരണം അവസരങ്ങൾ വളരെ കഷ്ടിയാണ്. പ്രത്യേകിച്ചും ആ കാലം മുഴുവൻ ഈ 4-5 കൊല്ലം ഈ പാലക്കാട് പഠിച്ച ഒരാളാകും പിന്നീട് കണ്ണൂർ ചെന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥ വരുന്നൊരു ദുഃഖം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പഠിക്കാനുള്ള അവസരം പിന്നീട് ഉണ്ടായിട്ടുമില്ല. പല വിഷയങ്ങളായിട്ട്. ഒന്ന് സാമ്പത്തികം എന്നൊരു പ്രധാന വിഷയമായിരുന്നു. അതില്ലാത്ത കൊണ്ട് ഇവിടെ തന്നെ ഈ പഠിച്ച സദനം എന്ന സ്ഥാപനത്തിൽ തന്നെ എന്തെങ്കിലും തരത്തിൽ തുടരാൻ പറ്റുമോ എന്ന് ഞാൻ സദനം സെക്രട്ടറിയോട് ചോദിച്ചു. എന്നെ ഇവിടെ തന്നെ നിർത്തണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൊല്ലിയാട്ടത്തിന് കൊട്ടിയിട്ടൊക്കെ ഇവിടെ നിന്നോളൂ, ഭക്ഷണം ഇവിടെ നിന്ന് തരും.
മറ്റ് കാര്യങ്ങളൊന്നും ഇവിടുന്ന് തരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഭക്ഷണം തരാൻ ചൊല്ലിയാട്ടത്തിന് കൊട്ടിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ പരം സന്തോഷം വേറൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചോദിച്ചൊരു വിഷയം, തനിക്ക് എടക്ക കൊട്ട് പഠിക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ ഇടയിൽ ചെയ്തു തരാം. ഇവിടെ അടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ ദൂരെ എടക്കയിൽ അന്നും ഇന്നും കേൾവിപ്പെട്ടിരുന്ന പട്ടരാത്ത് ശങ്കരമാരാർ എന്ന ഗുരുനാഥൻ ഈ സദനത്തിൻ്റെ അടുത്താണ് താമസം. 2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു താമസം. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്നത് പല്ലാവൂർ അപ്പുമാരാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഈ പറഞ്ഞ പട്ടരാത്ത് ശങ്കരമാരാർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാനൊരു കത്ത് തരാം, അതൊന്ന് കൊടുത്താൽ അദ്ദേഹം ചിലപ്പോൾ സമ്മതിക്കും. വളരെ സന്തോഷത്തോടു കൂടി സെക്രട്ടറി ഇരുന്ന് കത്ത് മേടിച്ചു. പട്ടരാത്ത് ആശാൻ്റെ വീട്ടിൽ പോയി. അതിൽ പ്രത്യേകം ആ കത്തിൽ എഴുതിയത് എന്താ വെച്ചാൽ, വടക്കേ മലബാറുകാരൻ ശങ്കരൻ എന്ന മാരാരുകുട്ടിയെ, ആ കാലത്തൊക്കെ ജാതി എന്ന് പറഞ്ഞാൽ എടുത്തു പറഞ്ഞൊരു വിഷയം, അവിടേക്ക് അയക്കുന്നു. ഇടക്ക് തൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, അങ്ങേക്ക് സൗകര്യപ്പെട്ടാൽ അതൊന്ന് പഠിപ്പിച്ച് കൊടുക്കണമെന്നുണ്ട്. അതാണ് ഈ എഴുത്തിൽ എഴുതിയിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായിട്ടുമുണ്ട്. അപ്പോൾ ആ കാലത്തൊക്കെ അവർ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാലും പഴയ ഈ പട്ടരാത്ത് ആശാൻ എന്നാണ് ഞാൻ പറയാം. ഗുരുനാഥന് ഇത് വായിച്ചിട്ട് അവർക്ക് ഈ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കിട്ടുന്നത്. ശിഷ്യൻ്റെ യോഗ്യതയാണെങ്കിൽ അന്ന് 10ാം ക്ലാസ്സിന് മെട്രിക്കുലേഷനാണ് പറയുക. മെട്രിക്കുലേഷൻ പാസ്സായിട്ടുകൊണ്ട് കഥകളി ചെണ്ട 1ാം തരത്തിൽ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പരം കേമമായിട്ടൊരു ശിഷ്യനെ കിട്ടാനില്ല എന്ന് അദ്ദേഹം മറ്റൊന്ന് എടുത്തു പറയേണ്ട വിഷയം ഈ മാരാര് കുട്ടിയെന്ന് അടിവരയിട്ടിട്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 100% പതിയുകയും ചെയ്തു. അപ്പോൾ സാധാരണ ആ കാലത്തൊക്കെ ഇത്തരം വിദ്യകൾ അഭ്യസിക്കുന്നത് പക്വം നോക്കിയിട്ടാണ്. പ്രതിപദം ദ്വിതീയ തൃതീയ ചതുർത്ഥി ഇങ്ങനെ 14 പിറ്റേ ദിവസം ബാബ് അങ്ങനെയുള്ള. അപ്പോൾ ദ്വിതീയ ദിവസമാണ് ഇത് പഠനം തുടങ്ങാനുള്ള ഏറ്റവും നല്ല ദിവസം. അപ്പോൾ ഇദ്ദേഹം പറയുകയും ചെയ്തു, അടുത്ത ദ്വിതീയ മുതൽ ആലോചിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങാം, ഇങ്ങോട്ട് പോന്നോളൂ. അപ്പോൾ സന്തോഷമായി. സദനത്തിൽ പോയിട്ട് വൈകുന്നേരം വരെ അവിടെ ചൊല്ലിയാട്ടത്തിന് കൊട്ടാം. അത് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ നടന്നാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ചെയ്യാം. അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലാണ്. മനസ്സിൽ കാര്യം 16 വയസ്സ് 17 വയസ്സെന്നൊക്കെ പറഞ്ഞാലും ഒരു ഭയം ഉണ്ടായിരുന്നു ഈ കുട്ടിക്കാലത്ത് കേൾക്കുന്ന ചില കഥകൾ. അപ്പോൾ പാലക്കാടൻ ഭാഗത്ത് ഒരുപാട് കരിമ്പനയുള്ള നാടാണ്. അപ്പോൾ ഈ കരിമ്പനയിലാണ് യക്ഷി ഉണ്ടാവുക എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കിലോമീറ്റർ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ നടന്നെത്തുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇവിടുന്ന് വിട്ട ഒരേ ഓട്ടാണ്. പിന്നെ ഗുരുനാഥൻ്റെ വീട്ടിലെത്തിയാൽ മാത്രമേ ഇവിടെ നിൽപ്പുള്ളൂ. കാരണം ഇടയിലിടയിൽ ഈ കരിമ്പനയുണ്ട്. അപ്പോൾ യക്ഷിയോ മറ്റോ വന്ന് പിടിക്കുമെന്നൊരു ഭയം. എന്തായാലും ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തും. അങ്ങനെ അതും ഒരു ശീലമായി 2 വർഷം സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അപ്പോൾ അതിനുള്ള പ്രത്യേകത പറഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന ഇതുവരെയും ഹരിജൻ ഹോസ്റ്റലിൽ ഭക്ഷണം പൊതുവായിട്ടുള്ള ഭക്ഷണമാണ്. ആ കാലത്തൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഗോതമ്പും പാൽപ്പൊടിയൊക്കെ ആയിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പക്ഷേ അത് വയറ് നിറച്ചും കിട്ടും എന്നതാണ് ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. അതിന് സ്വാദുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം വേറെ ഒന്നും കിട്ടാത്തൊരു കാലമായിരുന്നത്. അങ്ങനെ അത് കഴിച്ച് ശീലിച്ച് എനിക്ക് ഗുരുനാഥൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രാത്രി അവിടുന്ന് ഒരു ഊണ് കിട്ടും. അതിൻ്റെയൊക്കെ ഒരു സ്വാദ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ഓർമ്മ വരും. വായിൽ ഇപ്പോഴും ഓർമ്മ വരും അതിൻ്റെ സ്വാദ്. അപ്പം അങ്ങനെ അദ്ദേഹം ഭക്ഷണം തരും. പഴയ ആൾ ആയിരുന്നു. ഒരു പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മയിൽ ഒരു 10-75 വയസ്സെങ്കിലും ഉണ്ടാവും. ഇദ്ദേഹം ഒരു കട്ടിൽ കിടക്കും. നേരെ താഴെ ഒരു പായ ഇട്ടിട്ടാണ് ഞാൻ കിടക്കുക. ഒരു ഉറക്കം കഴിഞ്ഞാൽ ഏകദേശം ഒരു ചില സമയത്ത് ഒരു 12-1 മണിക്കൊക്കെ എന്നെ വിളിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ക എന്നുള്ള അക്ഷരം അറിയില്ല. അപ്പോൾ ശങ്കരൻകുട്ടി എന്ന് വിളിക്കുക, ചക്കരക്കുട്ടിയെന്നേ വിളിക്കുള്ളൂ.
അങ്ങനെ ഒരു 12 1 മണിക്കൊക്കെ എഴുന്നേറ്റ് തുടങ്ങിക്കോളൂ പറയും. തുടങ്ങിയാൽ 6 മണി വരെയാണ് ഞാനവിടെ നിന്നിട്ട് ഈ ഇടക്കയിൽ കൊട്ടണം. ഇദ്ദേഹം ആ കട്ടിൽ കിടക്കുകയുള്ളൂ.